ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് തേങ്ങ അരച്ചുള്ള ഫിഷ് കറി വെക്കാം. ഇത് ഞാൻ ഒരു 1/2 കിലോ ഫിഷ് ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാങ്ങായും തക്കാളിക്കായും ചേർത്ത് തേങ്ങ അരച്ചാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അടുപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഞാനൊരു ചെറിയൊരു മാങ്ങ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഒരു 5-6 ചെറിയ തക്കാളിക്ക എടുത്ത് നമുക്ക് വേകാൻ വേണ്ടിയിട്ട് ആദ്യം ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടാം. നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം അതൊന്ന് വേകട്ടെ. ആ സമയത്ത് നമുക്ക് അരപ്പ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, നല്ല രുചികരമായ ഒരു ഡിഷാണ്. അപ്പം നമുക്ക് ആദ്യം അതുണ്ടാക്കാം. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 1/4 കപ്പല്ല, 1/2 കപ്പ് തേങ്ങ. ഓക്കെ, തേങ്ങ ചിരണ്ടിയത്. അതിൻ്റെ അകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് 4-5 കാന്താരി എടുത്തിട്ടുണ്ട്. ഒരു 5-6 കറിവേപ്പിലുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് ഇടുന്നത് പിന്നെ നമ്മുടെ 5-6 കൊച്ചുള്ളിയുണ്ട്. ഒരു 4-5 അല്ലി വെളുത്തുള്ളിയുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അരപ്പ് ഇവിടെ നല്ലതായിട്ട് അരഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ മാങ്ങ വേകുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ മാങ്ങ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ അരപ്പുണ്ടല്ലോ, അരപ്പ് മീൻ കറിക്കകത്തോട്ട് അരപ്പ് നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിക്കാം. തിളച്ച് കഴിയുമ്പം നമുക്കതിനകത്തേക്ക് നമ്മുടെ മീൻ കറി ഇടാം. മീൻ കഷ്ണങ്ങൾ ഇടാം. മാങ്ങയ്ക്ക് ഇച്ചിരി താമസമുണ്ട് വേകാൻ വേണ്ടി. അപ്പം അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇതങ്ങ് മാറ്റി. ഓക്കെ, എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, അപ്പം ഞാൻ നഖത്തെ ഇവിടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത്രയും വെള്ളം മതി. അപ്പം നമുക്ക് അതിൻ്റെ അകത്തേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട്. എരിവ് നിങ്ങൾക്ക് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എരിവ് കാന്താരി അരയ്ക്കണ്ട. എനിക്ക് ഇച്ചിരി എരിവ് ഇഷ്ടമാണ്. മീനിൻ്റെ കൂടെ പിടിച്ചൊക്കെ കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് മീനായതുകൊണ്ട് പെട്ടെന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും ഞാൻ വേഗം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഇച്ചിരി ഒരു ഉപ്പ് ഇട്ട് കൊടുക്കാം. ശകലം ഉപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒത്തിരി വേണ്ട, കുറച്ച് ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രം. ദൈവമേ, കൂടിപ്പോയെന്ന് തോന്നുന്നു. എനിവേ നോക്കാവേ. തിളച്ച് വെട്ട്. നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നമ്മുടെ തക്കാളിക്കായും മാങ്ങയും ഒക്കെ നല്ലപോലെ വെന്തിട്ട് നമുക്ക് കണ്ടോ നമ്മുടെ മീൻ ഇവിടെ നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നല്ലപോലെ ഒന്ന് ബോയിലായി നല്ലപോലെ മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നു. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് ഇച്ചിരി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഓക്കെ, 2-3 കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി ഒഴിച്ചു കൊടുത്താൽ മതി. വേണ്ട വെളിച്ചെണ്ണ ഇതാണ് CBSയിൽ. അതുകൂടെ ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. അതുവരെ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ആദ്യമായിട്ട് ആ ചാനൽ കാണുന്നെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ ഇത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുക. അത് ചട്ടിയിലായതുകൊണ്ട് തിളയ്ക്കുന്നത്. ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. തക്കാളിയുടെ കഷ്ണങ്ങളുണ്ട്. എപ്പോഴും എടുക്കുമ്പം നമ്മൾ പൊടിഞ്ഞു പോകാതെ ഒരു സൈഡിൽ നിന്ന്
വേണം എടുക്കാനായിട്ട്. ഇങ്ങനെ എടുക്കുമ്പം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വേണം എടുക്കാൻ. ഇപ്പോഴും ആവി വരുന്നുണ്ട്. ഞാനിത് നമ്മുടെ കപ്പ വേവിച്ചതിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. കപ്പ വേവിച്ചത് ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പം എല്ലാവരും ഒന്ന് നന്നായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. നമ്മുടെ ചുമല ഫിഷിൻ്റെക്കാട്ടിലും കുറച്ചുകൂടി ടേസ്റ്റ് എനിക്കിഷ്ടം ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചത്. അടുത്ത ദിവസം ഞാൻ കോട്ടയം സ്റ്റൈലിൽ മീൻ കറിയും നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ വേറൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്. ബൈ.